കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ ശക്തികളിൽ മുന്നേറ്റം ശരിയായ രീതിയിൽ മാധ്യമങ്ങൾ പ്രതിഫലിപ്പിക്കുന്നില്ല എന്നുള്ളതായിരുന്നു ഇന്ന് ഗോവിന്ദൻ മാസ്റ്റർ വാർത്താസമ്മേളനത്തിൽ വിമർശിച്ചത്. ചരിത്രത്തിലും സംസ്കാരത്തിലും RSS ഇപ്പോൾ വിഷം കലർത്തുന്നുണ്ട്. മാത്രമല്ല ചില വലതുപക്ഷ മാധ്യമങ്ങൾ നടത്തുന്നത് കള്ളപ്രചാരവേലയാണ്. ഇടതുപക്ഷത്തിനെതിരെ വലതുപക്ഷങ്ങൾ പ്രചരിപ്പിക്കുന്ന ചില നയങ്ങൾക്ക് കൂട്ടുപിടിക്കുന്ന സമീപനമാണ് മാധ്യമങ്ങളുടേതെന്നും ഗോവിന്ദൻ മാസ്റ്റർ വിമർശിച്ചു. മാത്രമല്ല മുഖ്യമന്ത്രിയുടെ നവകേരള നയരേഖയടക്കം വളരെ വലിയ രീതിയിൽ വിവാദമാകുന്ന രീതിയിലാണ് മാധ്യമങ്ങൾ വാർത്ത നൽകിയതെന്നും അദ്ദേഹം വിമർശിച്ചു. മാത്രമല്ല കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധം മറികടക്കുന്നതിന് കൂടുതൽ സാമ്പത്തിക ലാഭമുണ്ടാക്കുന്ന പദ്ധതികൾ കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങനെ കാവ്യവൽക്കരണം ചെറുക്കും, കാവ്യവൽക്കരണത്തെ ചെറുത്തു തോൽപ്പിക്കും, കേന്ദ്രം തീർക്കുന്ന സാമ്പത്തിക ഉപരോധത്തെ അടക്കം കൃത്യമായ രീതിയിൽ തന്നെ പ്രതിരോധിക്കുമെന്നും ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി. സഹകരണ മേഖലയെ തകർക്കാനുള്ള കേന്ദ്രത്തിന്റെ നീക്കവും ഇപ്പോൾ ശക്തിപ്പെടുന്നുണ്ട്. ആ നിലയിലുള്ള നീക്കങ്ങളെല്ലാം ശക്തമായ രീതിയിൽ തന്നെ ചെറുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള 7.5 മണിക്കൂറായിരിക്കും ഇനിയുള്ള ചർച്ച. രാത്രി 8 മണിയോടെ ചർച്ച പൂർത്തിയാക്കും. 12 സ്ത്രീകളടക്കം ചർച്ചയിൽ പങ്കെടുപ്പും. അങ്ങനെ ചില നിർണായകമായ തീരുമാനങ്ങളടക്കം ഇന്ന് വാർത്താസമ്മേളനത്തിൽ ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ PV കുട്ടൻ കൂടി ചേരുന്നുണ്ട്. PV കുട്ടൻ, നോക്കൂ, മാധ്യമങ്ങൾക്ക് എതിരെയുള്ള വിമർശനം മാത്രമല്ല, ഇനി പാർട്ടിയുടെ ഭാവി പരിപാടികൾ, കേന്ദ്രം തീർക്കുന്ന ചില പ്രതിരോധങ്ങൾ, ഇതിനെയെല്ലാം കൃത്യമായ രീതിയിൽ തന്നെ ഗോവിന്ദൻ മാസ്റ്റർ വിമർശിക്കുന്നുണ്ട് അല്ലേ? തീർച്ചയായും ഇന്ന് കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ മാസ്റ്റർ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയാണ് ഇന്ന് രാവിലെ മുതൽ നടക്കുന്നത്. ചർച്ചക്കകത്ത് ഇന്നത്തെ അജണ്ട പൂർണ്ണമായും എന്നുള്ളത് പ്രവർത്തന റിപ്പോർട്ടിൻ്റെ മുകളിലുള്ള ചർച്ചയാണ്. സർവ്വദേശീയവും ദേശീയവുമായുള്ള വിഷയങ്ങളും കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളും പാർട്ടി സംഘടനയെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് ഉതകുന്ന നിർദ്ദേശങ്ങളും വിമർശനങ്ങളും സ്വയം വിമർശനങ്ങളും ഒക്കെ ഈ ചർച്ചയിൽ ഉടനീളം കടന്നു വന്നിട്ടുണ്ടെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. CPIM-ൻ്റെ സമ്മേളനത്തിൻ്റെ ഒരു സ്വഭാവം അതുതന്നെയാണ്. സെക്രട്ടറി അവതരിപ്പിച്ച റിപ്പോർട്ടിന്മേലിൽ വളരെ ശക്തമായ ചർച്ചകൾ നടക്കും, വളരെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ ഉയർന്നു വരും. അതുതന്നെ കൊല്ല സമ്മേളനത്തിൽ ഉയർന്നു വന്നു എന്നാണ് MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ ശക്തികളുടെ മുന്നേറ്റം ശരിയായ രീതിയിൽ മാധ്യമങ്ങൾ പ്രതിഫലിപ്പിക്കുന്നില്ല. ഈ സമ്മേളനത്തെക്കുറിച്ച് പോലും തെറ്റായ വാർത്തകളാണ് പല ഘട്ടങ്ങളിലും മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ, അതായത് കേന്ദ്രത്തിലും സംസ്ഥാനത്തും പാർട്ടി നേതൃത്വം ഫലപ്രദമായി കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകണം. അതോടൊപ്പം തന്നെ സംഘടനാപരമായ കെട്ടുറപ്പ് കൂടുതൽ ഊർജിതമാക്കണം, കൂടുതൽ മെച്ചപ്പെടുത്തണം എന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രതിനിധികൾ ഈ സമ്മേളനത്തിൽ ഉയർത്തിയ നിർദ്ദേശങ്ങളെക്കുറിച്ചും പാർട്ടി സംസ്ഥാന സെക്രട്ടറി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് കേരള രാഷ്ട്രീയത്തിൽ UDF-ഉം BJP-യും കൂട്ടുകെട്ടുണ്ടാകുന്നൊരു സാഹചര്യമുണ്ട്. ഈ കാര്യങ്ങൾ തുറന്നു കാട്ടുന്നതിന് വേണ്ടി ശക്തമായ പ്രചരണം CPIM-ൻ്റെ നേതൃത്വത്തിൽ നടത്തണമെന്ന് പ്രതിനിധികൾ ചർച്ചയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ പ്രവർത്തനം ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയും വലിയ രീതിയിലുള്ള ശ്രദ്ധ വേണം, പ്രത്യേക ശ്രദ്ധ വേണം. കാരണം സർക്കാരിനെതിരെയൊക്കെ തെറ്റായ വാർത്തകൾ മാധ്യമങ്ങൾ വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്ന ഒരു ഘട്ടമാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ നടത്തുന്ന വലിയ വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളുമൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ അതീവ ശ്രദ്ധ വേണമെന്നും പ്രതിനിധികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ വിദ്യാഭ്യാസം, ജനകീയ വിദ്യാഭ്യാസമൊക്കെ വിപുലീകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും പ്രതിനിധികൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും ചരിത്രജന, അതോടൊപ്പം തന്നെ രാഷ്ട്രീയ അവബോധം കൂടുതലായി സൃഷ്ടിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ജനങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. അതോടൊപ്പം തന്നെ അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഗണിച്ച് പ്രത്യേകമായ ഇടപെടലുകൾ ഓരോ പ്രദേശത്തിൻ്റെയും പ്രത്യേകതകൾ വെച്ച് സംഘടിപ്പിക്കും. അതോടൊപ്പം തന്നെ നയരേഖയുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാർട്ടി പറഞ്ഞ രീതിയിലല്ല ആ വാർത്തകൾ വന്നത്. മാധ്യമങ്ങൾ പലതരത്തിലുള്ള വാർത്തകളാണ് വന്നിരിക്കുന്നത്. കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക ഉപരോധം മറികടക്കുന്നതിന് വേണ്ടി കൂടുതൽ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്ന പദ്ധതികൾ കണ്ടെത്തി മുന്നോട്ട് പോകാനുള്ള ധാരണയുമുണ്ട്. അതോടൊപ്പം തന്നെ വിഭവ സമാഹരണം വർദ്ധിപ്പിക്കും. കിഫ്ബി ഉൾപ്പെടെ തകർക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്ന ഘട്ടത്തിൽ അതിനൊക്കെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാനുള്ള നിലപാടുകൾ സ്വീകരിക്കാനും തീരുമാനമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്ന ഒരു പ്രവർത്തനങ്ങളും സർക്കാർ നടത്തില്ല എന്ന ഒരു ഉറപ്പ് കൂടി സംസ്ഥാന സെക്രട്ടറി ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. നിരവധി പദ്ധതികൾ സർക്കാർ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതിലൊരു തരത്തിലുള്ള ജനവിരുദ്ധതയുമില്ല. ജനക്ഷേമം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നതെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. അതോടൊപ്പം തന്നെ ദരിദ്ര ജനവിഭാഗങ്ങളെ കൂടുതൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്, കൂടുതൽ ഊന്നൽ നൽകുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാർ നൽകുന്ന സേവനങ്ങൾക്ക് വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെറിയ രീതിയിലുള്ള ചാർജുകൾ ഈടാക്കാനുള്ള സാധ്യത പരിശോധിക്കണം. അതായത് അത്തരമൊരു സാധ്യത പരിശോധിക്കും എന്നുള്ള കാര്യം മാത്രമാണ്. അതൊരു തീരുമാനമായി വന്നിട്ടില്ല. ഇപ്പോൾ തന്നെ നിലവിൽ ചില
കാര്യങ്ങളിലൊക്കെ അത്തരത്തിൽ ഉണ്ട്, അത്തരത്തിലൊരു ചാർജ് ഈടാക്കുന്നുണ്ട്. അത് വിപുലപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളൊരു സാധ്യത പരിശോധിക്കുമെന്നും പാർട്ടി സംസ്ഥാന സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട്. എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനമുണ്ടാവുക. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു തീരുമാനവും സർക്കാർ കൈക്കൊള്ളുകയില്ല എന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. അതോടൊപ്പം തന്നെ പാർട്ടിക്കെതിരെയും സർക്കാരിനെതിരെയും നടത്തുന്ന കള്ളപ്രചാരണ വേലകളെ തുറന്നു കാണിക്കണമെന്നും ഇന്നത്തെ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട പ്രതിനിധികൾ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. തെറ്റായ പ്രവർത്തനങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തണം. അതോടൊപ്പം തന്നെ വിവിധങ്ങളായ പ്രമേയങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട്. സഹകരണ മേഖലയെ സംരക്ഷിക്കണമെന്ന പ്രമേയം മന്ത്രി വി.എൻ. വാസവൻ അവതരിപ്പിച്ചു. മുണ്ടക്കൈ ചൂരന്മല ദുരന്തം കേന്ദ്ര നിലപാടിനെതിരെ അണിചേരുക എന്ന പ്രമേയം ടി.പി. രാമകൃഷ്ണൻ അവതരിപ്പിച്ചു. ഫെഡറലിസത്തെ തകർക്കുന്ന UGC കരട് നയം പിൻവലിക്കണം എന്ന പ്രമേയം P.K. ബിജു അവതരിപ്പിച്ചു. രാജ്യത്തെ പൊതുമേഖലയെ സംരക്ഷിക്കുക എന്ന പ്രമേയം എളമരം കരീമാണ് അവതരിപ്പിച്ചത്. അതോടൊപ്പം തന്നെ കേരളത്തിലുള്ള കേന്ദ്രത്തിൻ്റെ ഉപരോധ നയത്തിനെതിരെ അണിനിരക്കുക എന്ന പ്രമേയം ഡോക്ടർ തോമസ് ഐസക് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഇന്നത്തെ നടപടിക്രമങ്ങൾ തന്നെയാണ് CPM സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, സംസ്ഥാന സെക്രട്ടറിയെക്കുറിച്ചും സർക്കാരിനെക്കുറിച്ചുമൊക്കെ വിമർശനങ്ങൾ സ്വാഭാവികമായും ഉയർന്നു വരും എന്നാണ് ഞങ്ങൾ കാണുന്നത്. എന്നാൽ പാർട്ടിയുടെ സംസ്ഥാന സെൻറ്റർ മികച്ച രീതിയിൽ പ്രവർത്തിച്ചു എന്ന അഭിപ്രായമാണ് പ്രതിനിധികൾ ചർച്ചയിൽ ഉയർത്തിയതെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നുണ്ട്. പാർട്ടിക്കകത്ത് സ്വയം വിമർശനം സ്വാഭാവികമായി ഉയർന്നു വരുന്നതാണ്. കണ്ണൂർ ജില്ലയോട് പ്രത്യേകത മമത എന്ന തരത്തിൽ വിമർശനം ഉയർന്നു വന്നു എന്ന ചില ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു. എന്നാൽ അത്തരമൊരു വിമർശനം ഉയർന്നു വന്നിട്ടില്ല എന്നുള്ളതാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ നൽകിയ മറുപടി. അതോടൊപ്പം തന്നെ നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്ത് പങ്കെടുത്ത ആൾക്കാരുടെ എണ്ണം ഉൾപ്പെടെ എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. 47 പേരാണ് ചർച്ചയിൽ പങ്കെടുക്കുക. ചർച്ച ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഇന്നത്തെ സമ്മേളനത്തിൻ്റെ അജണ്ട എന്നുള്ളത് ഈ ചർച്ച മാത്രമാണ്. രാത്രി 8 മണിയോടുകൂടിയായിരിക്കും ചർച്ച അവസാനിക്കുക. നാളെ രാവിലെ വീണ്ടും ചർച്ചയാണത്. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച നവകേരളത്തിനായുള്ള പുതുവഴികൾ എന്ന രേഖയിന്മേലുള്ള പ്രതിനിധികളുടെ ചർച്ചയാണ് നാളെ നടക്കുക. നാളെ വൈകിട്ട് ആ ചർച്ച പൂർത്തിയാകും. അതിനുശേഷം ഇന്ന് നടന്ന ചർച്ചകൾക്ക് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ മറുപടി പറയും. മറ്റന്നാളാണ് ഈ നവകേരളം സംബന്ധിച്ചുള്ള ചർച്ചകൾക്ക് മുഖ്യമന്ത്രി മറുപടി പറയുക. വർഷ ശരിക്കുട്ടൻ, അങ്ങനെ കേരള രാഷ്ട്രീയത്തിലെ UDF BJP കൂട്ടുകെട്ടിന്റെ അടക്കം ഈ പ്രതിനിധി സമ്മേളനത്തിലൂടെ തുറന്നു കാട്ടുമെന്നും CPM സംസ്ഥാന സമ്മേളനത്തിലൂടെ വാർത്താ സമ്മേളനത്തിൽ ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി.